ക്ഷമിക്കണം, നേരെ കൊല്ലത്തേക്ക് പോകാം. കൊല്ലം പത്തനാപുരത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ചു. പൂങ്കുളത്തിൽ വീടിന് മുന്നിൽ കിടന്ന് വളർത്തുനായെ കഴിഞ്ഞ ദിവസം പുലി പിടികൂടാൻ ശ്രമിച്ചിരുന്നു. പുലി സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെയാണ് വനം വകുപ്പ് കൂട് സ്ഥാപിച്ചത്. പ്രദേശത്ത് രാത്രികാല നിരീക്ഷണവും തുടരുകയാണ്. മനോജാണ് വിശദാംശങ്ങൾ നൽകുന്നത്. മനോജ്, പുലി നായ്ക്കളെ ഉൾപ്പെടെ കടിച്ചു തിന്ന സാഹചര്യത്തിലൊക്കെയാണ് ഇപ്പോൾ കൂട് വെച്ച് പുലിയെ പിടികൂടാനുള്ള ശ്രമം നാട്ടുകാരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. അത് തന്നെയാണ് ഗൗതം. ഈ പത്തനാപുരം പൂങ്കുളങ്ങിയിലാണ് കഴിഞ്ഞ ദിവസം അടക്കം ഈ പുലിയുടെ സാന്നിധ്യം ഉണ്ടായത്. പുലി വീടിന് മുന്നിൽ കിടന്ന ഒരു വളർത്തു നായെ ആക്രമിച്ചിരുന്നു. ആ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് വനംവകുപ്പ് ഇത്തരത്തിൽ നടപടി ആരംഭിച്ചത്. ഈ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെയാണ് കൂട് ഈ പ്രദേശത്ത് സ്ഥാപിച്ചത്. ഈ പ്രദേശത്ത് തന്നെ രാത്രികാല നിരീക്ഷണവും തുടരുകയാണ്. നേരത്തെയും ഈ പത്തനാപുരത്തെ വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ വന്യജീവികളുടെ സാന്നിധ്യം അത് നാട്ടുകാരെയൊക്കെ വലിയ ആശങ്കയിൽ ആഴ്ത്തിയിരുന്നു. ഇപ്പോഴും ഈ പുലിയുടെ ഭീതി തുടരുകയാണ്. കാരണം ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് പുലി വളർത്തുനായ അടക്കം ആക്രമിക്കുന്നത്. എന്തായാലും ഈ സ്കൂളിന് സമീപത്തെ വീട്ടിലാണ് സംഭവം. സ്കൂളിലൊക്കെ ഒരുപാട് കുട്ടികൾ പഠിക്കുവാൻ വരുന്ന ഒരു സ്കൂളാണ്. അപ്പോൾ ഇതിന് ജനവാസ മേഖലയിൽ ഇത്തരത്തിൽ പുലിയുടെ ഒരു ഭീതി നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വനംവകുപ്പ് ഇപ്പോൾ അടിയന്തരമായി ഒരു നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഈ നിരീക്ഷണം അങ്ങനെ തുടരുകയാണ്. ഓക്കെ, കൊല്ലം പത്തനാപുരത്താണ് പുലിയെ പിടികൂടാനായി കൂട് സ്ഥാപിച്ചിരിക്കുന്നത്. മനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.